നല്ല സ്റ്റൈലും മുറി. നമ്മുടെ ലോഡ്ജിനെക്കാട്ടിയും വൃത്തിയും മെനയും ഉണ്ട്. ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവുന്നു. ഫാൻ ഇല്ലെന്നൊരു കുഴപ്പമുണ്ട്, പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റാ. ഏതായാലും ഇനി 6 മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട്, സുഖ ഉറക്കം, സ്വസ്ഥം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം. എടാ കഴിവറട മോനെ, നീ ഒറ്റൊരുത്തൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. കിട്ടിയാ നമുക്ക് 2 പേർക്കും കൂടി അല്ലായിരുന്നു. അതിനിപ്പോ എന്താടാ ഇവിടെ ഒരു കുഴപ്പം? എന്താ കുഴപ്പം? നീ എന്താ എന്നെ അടിച്ചത്? നിന്നെ അടിക്കല്ല, കൊല്ലുക വേണ്ടത്. എന്റെ ജീവിതം നീ കുളവാക്കിയില്ലേ? ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. അയ്യോ, മൂത്രമൊഴിക്കാനുള്ള തോന്നുന്നു. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടെന്ന്. 6 മാസത്തെ പ്രശ്നം തന്നെയല്ലേ? അയ്യോ 6 മാസം. എടോ മൂത്രത്തട്ടി പൊട്ടിച്ചടാ പുല്ലേ, അടിച്ചു പൊളിക്കടാ. അയ്യോ, കൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണോ വകന്തേ ഈ ലോഡ്ജ്? എത്ര ദിവസമാണ് പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതി എന്ന്? ചാക്കുണ്ണേട്ടാ, ഞങ്ങൾക്ക് ഒരിടത്തും കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല, ഞങ്ങൾ എന്തോ കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാളെ എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണേട്ടാ സമാധാനായിട്ടിരിക്കെ. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ? അല്ലേ? അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണേട്ടാ, ഞങ്ങൾ ചാക്കുണ്ണേട്ടാ ഇടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ? അത് ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തുണിരുമ്പാൻ വരണം. ஐயோ என்னையா இது கலாட்டா? தூங்க வேண்டாமா? ചാക്കുണ്ണേട്ട അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു. നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മള് സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക തരാനുണ്ട്. വാടക പറഞ്ഞേ അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോവാനാ? അയ്യോ, ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ ചാക്കുണ്ണേട്ട പൈസ കൊടുക്കാൻ, എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർത്തില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 100 രൂപ. ഇനി നമ്മൾ തമ്മിൽ ഒരു കച്ചവടമില്ല. ഇനി നമ്മൾ തമ്മിൽ ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണേട്ടൻ നമുക്ക് 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ? ചാക്കുണ്ണേട്ടൻ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റം അടിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കൊടറേ. റമ്മ? ചുമ്മാ, അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ കൊഴമ്പാ. ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളി തന്നെ ഉണ്ട്. സമാധാനമായല്ല? എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകള് വാടക തന്നില്ല. ഇതുപോലെ 2 ദിവസവും കിട്ടിയാ മതി. എന്റെ ഈശോയെ, ഇത് ആരാണ് മുതലാളി? എപ്പോ ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്നവരാരും വാടക എനിക്കറിയണ്ട. എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, 1 കൊല്ലത്തെ. സത്യമാണല്ലോ. സത്യമാണ്. എന്നെ ലാഡ്ജ് പൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങോട്ടെത്തിക്കാം. വേണ്ട, ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്കേ വിരിപ്പലിക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ അങ്ങ് ഇരുത്തണ്ട. ഇരുത്തോടത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം, പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാനിതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല. ഈ ലോഡ്ജിന്റെ ആളിവിടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലല്ലോ. ആരാ? ഇതിലിവിടുത്തെ മാനേജരാ. ഞാൻ അതൊക്കെ നോക്കിയിരുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ചേ ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ 4-ാം നമ്പർ മുറി തുറന്നിട്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേലോട്ട് പോയിക്കോ.
മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച് എന്തോന്ന്? അല്ല മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ, ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. എല്ലാ മുറിയും പോട്ട് താക്കോലിങ് എടുക്ക. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. വാടക തരാതെ ലോഡ്ജ് എടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയ്യെങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. അയ്യോ ഞങ്ങളല്ല ലോഡ്ജ് നടത്തുന്നത്. പിന്നേരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്നെന്ന് പറഞ്ഞതാ? അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുമില്ലെന്ന് പറയുന്നത് മോശമല്ലേ നിർത്തി ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങൾ വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല ചാക്കുണ്ണി. ഏത് ഉണ്ണിയായാലും കൊള്ളാം, അയാൾ എവിടെ പോയി? തുണി എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇവനാണ് അങ്ങനെ ചേച്ചിയായിരുന്നോ? ചെറുക്കാ മോളി പോയി മുറിയെല്ലാം പോയിട്ട് താക്കോലിങ് കൊണ്ടുവാ. ചായ വേണ്ട. ദ്വാശ വായിൽ മുറുക്കാൻ കിടക്കുന്നല്ലേ, കൊണ്ടുപോയി റൂമിൽ വേടേ. മുതലാളിയുടെ മോളാണല്ലേ? എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്. എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? എല്ലാം പൂട്ടിയോടാ? പൂട്ടി. പോയിക്കോ. അപ്പൊ അയ്യോ കൊള്ളാമല്ലോടെ, തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നോലുണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയനല്ലേ. കേറിയനെ. ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന ചാക്കുണ്ണിയുടെ കത്തിക്കൽ തീർന്ന മട്ട വന്നല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണ കണ്ടല്ല. നിങ്ങൾ വല്ലത് ഒപ്പിച്ചാ? ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലത് ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. ആണോ? അല്ല പെണ്ണ്. മുറിയെല്ലാം പൂട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ജയിലല്ലേ. എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? താഴെ കുറ്റിജോലി കൊണ്ട് എന്നെ തല്ലാൻ വരിക? കേക്കണുണ്ട്. ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകായിരുന്നു. അയ്യോ, പാന്റും കോട്ടും ഇട്ടുകൊണ്ട് ആരെങ്കിലും ക്ലോസറ്റ് കഴിവോടോ? അല്ല പിന്നെ മേത്ത് കയറിക്കില്ലേ? ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ, പിന്നെ തിരുമ്മി കൊടുത്താ മതിയല്ല. മാറ്റി പിടിക്കടോ. ആ 4 നമ്പർ മുറി താമസിക്കുന്ന ആരാ? ആര് താമസിക്കണ്? അത് അവരല്ലേ, നമ്മുടെ സേതു റായി. അവര് 4 മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ കാണുന്നത്? അപ്പൊ തരാനുണ്ടാവും. അവര് പണ്ടേയുള്ള പാർട്ടീസ് ആണല്ലോ. അതുകൊണ്ട് വാടക തരണ്ടെന്നാണോ? ഏത് പാർട്ടി ആണേലും ശരി, 1 മാസത്തിൽ കൂടുതൽ വാടക പെൻഡിങ്ങിൽ വെക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് നമുക്ക് എങ്ങനെ പോലെ വാടക തരണം. അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. കോളാമ്പി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലവലാതിക്കൊക്കെ മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കോടോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്നൊരു ഫാമിലി ആണല്ലോ വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? പെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വമല്ല. ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. അല്ല, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓഹോ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. മാഡം, വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? 1 മാസം കഴിഞ്ഞ ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? അതെ. ബ്രോക്കർ ചാർജ് ആയിരിക്കും. നോ 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 നോ, ഓൺലി സെയിൽസ് മാർജിൻ അറ്റ് ഓൾ അല്ലേ? എന്ത് മാർജിൻ ആയാലും കൊള്ളാം. ഒരാഴ്ചയ്ക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? നോട്ട് ചെയ്തേക്ക്. ഓക്കെ, ഒരൊറ്റ വീക്ക് റെന്റ് കൊടുക്കണം. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു, പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗസ് മാത്യു ഹിയർ. അയ്യടാ, കമാലാന്നോ? എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ, അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ, എങ്ങോട്ട് പോകാനാടാവേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായിക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. ടിവിയോ VCR ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ.
എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന് 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം.